ഈ വർഷത്തെ നീറ്റ് എക്സാമിന് ശേഷം കേൾക്കുന്നതെല്ലാം അത്ര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളല്ല. സന്തോഷമുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ കേൾക്കുമ്പോൾ സങ്കടമുള്ള കാര്യങ്ങൾ വല്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു ചെറിയ കഥ ഞാൻ നിങ്ങളോട് പറയാം. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ എന്നെ വിളിക്കുകയുണ്ടായി. അതായത് ഒരു കുട്ടീൻ്റെ പാരൻ്റാണ്. അവർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഭയങ്കര വിഷമത്തോടുകൂടെ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു പറഞ്ഞ കാര്യം ഇത്രയാണ്: സാറേ, മോള് ഭയങ്കര ടെൻഷനിലാണ്. സാർ എന്തായാലും ഒന്ന് മോളുടെ അടുത്ത് സംസാരിക്കണം. അവൾ റൂമിൽ നിന്ന് തീരെ ഇറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നലെ ആയപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നു. എൻ്റെ അടുത്ത് വന്നപാടെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് വല്ലാതെ കരയാൻ തുടങ്ങി. കരഞ്ഞ സമയത്ത് മോള് സംസാരിക്കുക: ഉമ്മക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കില്ലേ, ഉമ്മക്ക് എന്നോട് ഭയങ്കര വെറുപ്പായിരിക്കില്ല, ഉമ്മ എന്നൊന്ന് തല്ലുമ്മ, എന്നോട് എന്തെങ്കിലും ഒന്ന് പറ, ഉമ്മ എന്നെ എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ഉമ്മാനെ എല്ലാവരും ഞാൻ ചീറ്റ് ചെയ്തല്ലേ ഉമ്മ. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വീട്ടിൽ ഭയങ്കര പാവപ്പെട്ട വീടാണ്. ബാപ്പ വലിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊന്നുമല്ല. ഉമ്മ പണിക്ക് പോയിട്ടാണ് കുട്ടീനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നല്ല വിഷമമായി. 500 മാർക്കോളം സ്കോർ ചെയ്തിട്ട് പോലും നല്ല ടെൻഷനാണ്. സത്യത്തിൽ 500 മാർക്ക് സ്കോർ ചെയ്യേണ്ട ഒരു കുട്ടിയായിരുന്നില്ല. പക്ഷേ ഉമ്മാൻ്റെ അടുത്ത് പറയാണ്: ഉമ്മ, ഞാനിനി എന്തായാലും എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്തൊക്കെയോ സംസാരിച്ച് പോയത്രേ. വീണ്ടും വന്നിട്ട് പറഞ്ഞല്ലേ: ഉമ്മ, എനിക്കിനിയും പഠിക്കണം ഉമ്മ, എനിക്ക് എന്തായാലും ഡോക്ടറാവണം ഉമ്മ, എന്നെ ഒരു തവണയും കൂടെ ഉമ്മ ഒന്ന് കോച്ചിങ്ങിന് വിടാവോ ഉമ്മ, പൈസ ഒന്നും വേണ്ട, എൻ്റെ ഈ മാർക്ക് കൊണ്ട് എന്നെ എവിടെയാണെങ്കിലും ചിലപ്പോൾ അവർ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടാവും. ഞാൻ ചോദിച്ചു നോക്കാം, അവിടുത്തെ സാറോട് ചോദിച്ചു നോക്കാം, സാർ എന്തായാലും എന്നെ പഠിപ്പിക്കും ഉമ്മ, ഉമ്മ എന്നെ വിടാവോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമം തോന്നുന്നുണ്ട്. ആ കുട്ടികളുടെ കഷ്ടപ്പാടുകൾ, അവരുടെ 1 വർഷവും 2 വർഷവും ചിലപ്പോൾ 3 വർഷവും കഷ്ടപ്പെട്ട ആളുകൾ, അവർ അർഹത ഇല്ലാഞ്ഞിട്ട് എലിമിനേറ്റ് ആയിപ്പോയ കുട്ടികളല്ല. ആ എക്സാമിൻ്റെ സമയത്ത് ആ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ പറ്റാതായി പോയതുകൊണ്ട്, അവിടെ ഞാൻ തോറ്റുപോയി എന്ന് എക്സാമിനേഷൻ ഹോളിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ ടെൻഷനിൽ മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാതെ പോയ കുട്ടികളുണ്ട്. ആ കുട്ടികളോടാണ് ഞാനിത് പറയുന്നത്. തളർന്നു പോകാനുള്ളതല്ല, മുന്നോട്ടേക്ക് പോകാനുള്ളതാണ്. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് വെച്ച് എന്നെ പോവുക മക്കളെ. എന്തിനും എന്ത് സപ്പോർട്ടിനും ഞങ്ങളുണ്ടാവും കൂടെ. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക കേട്ടോ, നമ്പർ ഞാൻ തരാം. ഓക്കെ മക്കളെ.